ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. സിനിമ കണ്ട് ആവേശം തിയേറ്ററിൽ വിടാതെ വീട്ടിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ബ്ലോഗർ സഞ്ജു ടെക്കിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. അങ്ങനെ അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട. ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി കണ്ടപ്പോൾ ബ്ലോഗർക്കൊരാഗ്രഹം. സ്വന്തം കാറിലും ഒരു സ്വിമ്മിംഗ് പൂൾ പണിത് നിരത്തിൽ ആറാടണമെന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ടിപ്പോ എന്താവാൻ? ആഗ്രഹം സഫലീകരിച്ച് നിർവൃതി അടങ്ങും മുമ്പേ പണി കിട്ടി. ലൈസൻസും വാഹന രജിസ്ട്രേഷനും MVD റദ്ദാക്കി. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. 1.5 ആഴ്ച മുമ്പാണ് ലക്ഷങ്ങൾ വില വരുന്ന സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ പണിതത്. എന്റെ കർത്താവേ, എന്നാൽ ഇന്ന് എന്നാ പറ്റിയേ? ഒരു ടാർപോളിൻ ഷീറ്റും കെട്ടി വെള്ളം നിറച്ച് നീറാടി വണ്ടിയാകെ അഴിച്ചു പണിതു. സ്വന്തം വണ്ടി. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ബ്ലോഗറുടെ അഹംഭാവം. അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് നമ്മുടെ നിയമവും പറയുന്നത്. ഹാപ്പിയാണോ? ശരിക്കും ജമ്മിയല്ലേ? അമ്പലപ്പുഴയിലെ റോഡിലൂടെയായിരുന്നു കാറിലെ കുളി. ഇതിനിടെ ടാർപോളിന് ലീക്ക് ഉണ്ടായി. വെള്ളം എഞ്ചിനിലേക്ക് കയറി. എയർ ബാഗ് പൊട്ടി. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർന്നില്ല ആവേശം കണ്ടുണ്ടാക്കിയ അനാവശ്യം. ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടാണ് ബ്ലോഗർ സ്ഥലം വിട്ടത്. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. സംഭവം നിയമലംഘനമായി, പൊല്ലാപ്പായി. ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. തലവര അല്ലാതെ എന്താ? പണം കൊടുത്തു വാങ്ങുന്ന വാഹനത്തിൽ എന്തും ചെയ്യാനാകുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന ഉറച്ച സന്ദേശവും MVD സഞ്ജുവിലൂടെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. സഞ്ജു ടെക്കിയോടും സുഹൃത്തുക്കളോടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കമ്മ്യൂണിറ്റി സർവീസ് നടത്താനും പണി കൊടുത്തിട്ടുണ്ട് RTO. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇത് തീർന്നില്ലേ? നിർത്തി